ഇതിനിടയിൽ സ്നോ വൈറ്റ് 7 പേരുള്ള ഒരു സ്ഥലം കണ്ടെത്തി കള്ളന്മാരോടൊപ്പം താമസിക്കുകയും പരിപാലിക്കുകയും ചെയ്തു. ഒരു ദിവസം അവർ ജോലിക്ക് പോകുമ്പോൾ കനികൾ രാജ്ഞി ഒരു വൃദ്ധ കർഷക സ്ത്രീയുടെ വേഷം ധരിച്ച് സ്നോ വൈറ്റിനെ കാണാൻ പോയി. ആപ്പിൾ വിൽക്കുന്നു. ആപ്പിളിൽ നിന്ന് ഒരു കടി എടുക്കാൻ സ്നോ വൈറ്റിന് ബോധ്യമുണ്ടായിരുന്നു. പെട്ടെന്ന് താഴെ വീണു, മരിച്ചതുപോലെ. കുള്ളന്മാർ അവളെ കണ്ടെത്തിയപ്പോൾ അവർ പരിഭ്രമിച്ച് അവളെ ഒരു ഗ്ലാസ് ശവപ്പെട്ടിയിൽ കിടത്തി. ഒരു ദിവസം ഒരു രാജകുമാരൻ കടന്നു പോകുമ്പോൾ കുള്ളന്മാർ അദ്ദേഹം ശ്രദ്ധിച്ച് ഉറങ്ങുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കുറിച്ച് വിലപിക്കുന്നു. കാരണം അവൾ അവളെ പോലെ സുന്ദരിയായിരുന്നു. അവളുടെ സൗന്ദര്യം എന്നെ അതിശയിപ്പിച്ചു. അവൻ അവളുടെ കയ്യിൽ ചുംബിച്ചു, വിട പറഞ്ഞു. ആ നിമിഷം ആപ്പിൾ സ്വയം നീക്കം ചെയ്തു. സ്നോ വൈറ്റ് തുറന്നു അവളുടെ കണ്ണുകൾ. രാജകുമാരൻ വളരെ സന്തുഷ്ടനായിരുന്നു. അവൻ അവളെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടു. അവൾ സമ്മതിച്ചു. ഒരു വലിയ ആഘോഷമുണ്ടായിരുന്നു. അവർ സന്തോഷത്തോടെ ജീവിക്കുകയും ഭരിക്കുകയും ചെയ്തു ഒരുമിച്ച്. ദുഷ്ടരാജ്ഞി അസൂയ മൂലം രോഗിയാവുകയും ഒടുവിൽ മരിക്കുകയും ചെയ്തു. രാജ്ഞിയുടെ വിധിയിൽ നിന്ന് നാം എല്ലായ്പ്പോഴും ഓർക്കണം. നിങ്ങൾ ശാരീരിക സൗന്ദര്യം കൊതിക്കുന്നു. നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടും, ഒപ്പം പൂർണ്ണത കൈവരിക്കുകയും ചെയ്യും. നിങ്ങളെ ഏറ്റവും സുന്ദരിയായി കണക്കാക്കാത്തപ്പോൾ അസന്തുഷ്ടനാണ്. നേരെ മറിച്ച് ദയയും സൗമ്യതയും അനേകരും ഹൃദയം കീഴടക്കുന്നു.